നമ്മൾ വെച്ചിട്ട് ആകെ 3 മാസമായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു 10 കായോളം അറുത്തു. 3 മാസം കൊണ്ട് ഇത് വലുതായോ? വലുതായി. അതിപ്പോൾ തന്നെ നമ്മൾ 10 കായോളം അറുത്തു. ഇനിയിപ്പോൾ ഒരു കായ നമുക്ക് കട്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ. തായ് പിങ്ക് എന്ന് പറയുന്നത് ഡ്രമ്മോട് കൂടി കൊടുക്കുമോ? നമ്മളങ്ങനെ ടോപ്പിക്കലും ഡോ ടൈപ്പ് ഇത് നമ്മുടെ കാലാവസ്ഥ, അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസ് ആണ്. ഇവിടുന്ന് വെറൈറ്റി ആണ് വയനാട്. ഇത് നമ്മുടെ കാലാവസ്ഥ കാഴ്ചയിൽ കമ്പെടുത്ത് ക്രാഫ്റ്റ് ചെയ്താണ്. ഇത് 250 രൂപ നമുക്ക് കൊടുക്കുന്നത്. അതുപോലെ ബനാന വരുമ്പോ തന്നെ കണ്ടില്ലേ, ബോളല്ലേ വരിക, ഇങ്ങനെ നീണ്ട് വരണം. ഇതാണ് ബനാന അറിയുന്നത്. മറ്റേ ബോൾ വരുന്നത് ബനാന ആവില്ല, മിക്സ് ആക്കാരെ വരിക. അത് കണ്ടോ, വരുമ്പോൾ തന്നെ നീളത്തിൽ വരണം, അപ്പോഴേ ലോങ് ആവുള്ളൂ. ഫ്ലേവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു മാരാളമായിക്കൊന്ന് കൂട്ട് കൂടിയിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കും. ഇത് ഫ്ലവർ കാര്യങ്ങൾ ഒട്ടി പിടിച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ പ്രാണികളൊക്കെ വരുമ്പോൾ അതിലിങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കുമ്പോൾ പരാഗണ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ ചീഞ്ഞ് അങ്ങനെ പോവുക, ചാടി പോവുക ചെയ്യുക. ഇതുണ്ട്, ഇതൊക്കെ പരാഗണ കഴിഞ്ഞാൽ കണ്ടോ, ഇതിലിപ്പോൾ ആ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ അധികം കായ പിടിക്കും. പക്ഷെ അങ്ങനെ നമ്മളത് വരുമ്പോൾ പരാഗണ നടക്കാതെ വരും ചെയ്യും, പൂക്കേട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഇത് മെയിനായിട്ട് കംപ്ലൈൻറ്റ്, കായ പിടിക്കാതെ പോവുക. അപ്പോൾ നമ്മൾ വന്ന് കഴിഞ്ഞാൽ മരുന്ന് അടിച്ച് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഹായ്, വീണ്ടും ഞാൻ കോഴിക്കോടുള്ള ഷെരീഫ് ഭായിൻ്റെ രണ്ടാമത്തെ നഴ്സറിക്ക് വന്നിട്ടുണ്ട്. ഇത് എവിടെയാണ് സ്ഥലം? ഇത് ഓമല, പുത്തൂര് ഓമശ്ശേരി. അപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തവർക്ക് അറിയാം, ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ചെയ്ത വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇത് ഏതാണ് വെറൈറ്റി? ഇത് ബ്ലഡ് ഓറഞ്ച്, ഉള്ള റെഡ് ചുവന്ന കളർ വരുന്നത് ഓറഞ്ച്, മുറിച്ച് റെഡ് കളർ വരുന്നത്. നമ്മൾ ക്ലൈമറ്റിൽ നന്നായി കായ പിടിക്കാൻ അറിയില്ല. ഇപ്പോൾ ഇവിടെ ചെറിയ ഫ്ലവർ ചെയ്ത് കായ പിടിച്ചു. നമ്മൾ ഫ്ലവർ ചെയ്ത വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഇപ്പൊ കായ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അതൊക്കെ കൊടുക്കാനുള്ളതാണ്. അതെന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ 1200 റേഞ്ചിൽ നമ്മളിപ്പോൾ കൊടുക്കണം. എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എത്തിച്ചപ്പോൾ ഡെലിവറി തുടങ്ങി. നമ്മളിതിന്റെ കീഴിൽ ഇപ്പോൾ ഡെലിവറി ഇപ്പോൾ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത്. ഷെരീഫ് ഭായി, ഇവിടെ എത്ര വെറൈറ്റി ഓറഞ്ച്? നമ്മൾ കാലത്ത് കായ പിടിക്കണ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പഞ്ചാബി കിന്നോ, ഡെക്കോപ്പോണ് നമുക്ക് റിസൾട്ട് കാണിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഫ്ലവർ വന്ന് കായ പിടിച്ചാണ്. പഞ്ചാബി കിന്നോ ഓറഞ്ചാണ്. നമ്മൾ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന ഓറഞ്ചാണ്. പഞ്ചാബി കിന്നോ, ഡെക്കോപ്പോണൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ്. അതൊക്കെ നമുക്ക് ഇതൊക്കെ ഏജായ പ്ലാന്റുകളാണ്. നമുക്കൊന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി. അങ്ങനത്തെ പ്ലാന്റുകളും ചെറുതും മീഡിയം സൈസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഡെലിവറി ചെയ്ത് കൊടുക്കും. അതെ. കായ പിടിച്ച പ്ലാന്റ് ആണ്. ശരിക്കും നമ്പർ 1 ടേസ്റ്റ്. ഡൽഹരിയും ബാലിയൊക്കെയാണ് അത്യാവശ്യം നല്ല മധുരമുള്ള വെറൈറ്റി ആണ്. നമുക്ക് വെക്കേണ്ട ഒരു വെറൈറ്റി ആണ്. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇത് ഏകദേശം ഈ ഒരു പ്ലാന്റ് എത്ര രൂപ കൊടുക്കും? 1200 നമ്മൾ കൊടുക്കണം. ഈ വലിയ പ്ലാന്റ് 1200. ഇതിലെ ചെറിയ തൈകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ 150-250 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിനൊപ്പം തന്നെ വേറെ ഏത് ചാമ്പ കാണിക്കാൻ പറ്റും? ഡെല്ലറി, പിന്നെ ഉമ്മറൊക്കെ നമുക്ക് ഡെല്ലറി ഇപ്പോൾ ഒരുപാട് കായ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡെല്ലറിയാണ്. ഒക്കെ ഫ്ലവർ ചെയ്തല്ലേ? ഒക്കെ കായ പിടിച്ച പ്ലാന്റുകൾ ഒക്കെ കായ പിടിച്ചത്. അതാകുമ്പോൾ വലുതായിട്ടുണ്ടല്ലോ. ഒക്കെ വലുതായതുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്. അതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഞാവല് കായ്ക്കില്ല എന്ന് പറയുന്നവർക്ക് ഒരു ഉദാഹരണം അത് കണ്ടോ. ഇത് ബ്ലാക്ക് തായ്ക്കിങ് ഞാവല്. നമ്മൾ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസാണ്. ധൈര്യമായിട്ട് വെച്ചോളി, നിങ്ങൾക്ക് ഷുവറായിട്ട് ഗ്യാരണ്ടി കായ പിടിക്കും. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അത് കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഒന്ന് ഫ്ലവർ ചെയ്ത് കായ പിടിച്ച പ്ലാന്റ് ആണ്. ഇതുപോലെ നമുക്ക് കായ പിടിക്കും. അത്യാവശ്യം മാങ്ങ അല്ല, അടിപൊളി പ്ലാന്റുകൾ. അതായത് അത്യാവശ്യം മാങ്ങ ഇതിപ്പോൾ ഏകദേശം പോക്കാൻ തുടങ്ങി. കാലാവസ്ഥ ഏകദേശം ഇതായി, മൂപ്പായി. ഈ കാലാപ്പാടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കൊടുത്തത്. കാലാപ്പാടി നമുക്ക് വെക്കേണ്ട ഒരു വെറൈറ്റിയാണ്. നമുക്ക് വർഷത്തിൽ ഉയരം വെക്കൂല, നല്ല മാങ്ങ ഉണ്ടാവും ചെയ്യും. കാട്ടിമൺ നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ വെറൈറ്റിയാണ്. വേണ്ടോ, ഇത് ഓൾ സീസൺ ആയിട്ട് നമുക്ക് വർഷത്തിൽ 2-3 വട്ടം കായ ഉണ്ടാവും. ഇതുപോലെ അത്യാവശ്യം നല്ല വലിപ്പം കായൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കാട്ടിമൺ. ഇതൊക്കെ അത്യാവശ്യം ബുഷുള്ള പ്ലാന്റുകൾ, നമുക്ക് ഫുള്ള് ഫ്ലവർ ചെയ്ത പ്ലാന്റുകളും നല്ല ഏജിലുള്ള പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് ഡ്രമ്മിൽ വെക്കുന്നവർക്ക് ഡ്രമ്മിൽ വെക്കാം, നിലത്ത് വെക്കുന്നവർക്ക് നിലത്ത് വെക്കാം. അധികം ഉയരം വെക്കില്ല, നല്ല ബുഷായിട്ട് എപ്പോഴും ഒരു എന്തായാലും 2-3 വട്ടം കായ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്. അതായത് ബനാന, തായ് ബനാന എന്ന് പറയാൻ കാരണം ഇത് ബനാന വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ബോളല്ലേ വരിക, ഇങ്ങനെ നീണ്ട് വരണം. ഇതാണ് ബനാന അറിയുന്നത്. മറ്റേ ബോൾ വരുന്നത് ബനാന ആവില്ല, മിക്സ് ആക്കാരെ വരിക. അത് കണ്ടോ, വരുമ്പോൾ തന്നെ നീളത്തിൽ വരണം, അപ്പോഴേ ലോങ് ആവുള്ളൂ. ബോളായിട്ട് വരുന്നത് ബനാന അല്ല. അപ്പൊ ഇതാണ് ഒറിജിനൽ ബനാന, തായ് ബനാന. ഇത് അത്യാവശ്യം ഏജ് കണ്ടോ, ഫുള്ള് നിറച്ച് പേരകളുടെ രാജാവ് എന്ന് പറഞ്ഞാണ് ജപ്പാൻ പേര. അതും ഫ്ലവർ ചെയ്ത് ജപ്പാൻ പേര റെഡ്. ഇത് നമ്മള് അത്യാവശ്യം നല്ല ബുഷുള്ള പ്ലാന്റ് ആട്ടോ. ഇതെന്താ റേറ്റ് വരുന്നത്? ഇതൊരു 300 റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്. ബുഷുള്ള പ്ലാന്റ്, നല്ല പ്ലാന്റ്. ഇത് ഏതാണ്? ഇത് ആപ്പിൾ പേര എന്ന് പറയുന്നത്. ഇതെങ്ങനെയുണ്ട്? ഇത് നല്ല ടേസ്റ്റിലാണ്. സാധാ നോർമൽ പർപ്പിൾ അല്ല, തായ്ലാൻഡ് വെറൈറ്റി ആണ്. പിന്നെ അടുത്തൊരു പേര് ഇത് തായ് പിങ്ക്. ഇതൊക്കെ നല്ല വെറൈറ്റിയാണ്. ഇത് തായ് പിങ്കിനും അത്യാവശ്യം മദർ പ്ലാന്റ് വലുത് കണ്ടോ. അതൊക്കെ അത്യാവശ്യം കായുള്ള പ്ലാന്റ്, മദർ പ്ലാന്റ് ആണ്. ഇതൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വെള്ളം മൂവാണ്ട ബഡ് ചെയ്ത തൈയാണ്. ഇത് എത്ര വർഷം കഴിക്കാം?
ഇതിപ്പോ ഇതിനിപ്പോ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ വരുന്ന സീസണിൽ കായ ഉണ്ടാവും. റേറ്റ് വരുന്നത് ഇത് 800 റുപ്യ നമ്മൾ കൊടുക്കണത്. ധൈര്യമായിട്ട് ആ വരുന്ന സീസണിൽ തന്നെ കായ ഉണ്ടാവും. അപ്പോൾ ഈ സീസണിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ പോയതാണ്. ഇത് എന്തായാലും വരുന്ന സീസണിൽ എന്തായാലും കായ ഉണ്ടാവും. നല്ല അടിപൊളി പ്ലാവാണ്. നല്ല ബുഷ് പ്ലാന്റുകളാണ്. വീട്ടിൽ വെക്കേണ്ട ഒരു മാവട്ടെ. ഭയങ്കര ട്രെൻഡ് ആയാലും സാധനം ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി നല്ല കണല്ല നല്ല അടിപൊളി തയ്യാണ്. ഇത് ഏകദേശം എത്ര വർഷം എടുക്കും കായ്ക്കാം? ഇത് ഇനിയിപ്പോ അത് 2 വർഷം മതിയല്ലേ? 3 വർഷമാണ്. 33. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഫ്ലവർ ചെയ്തിട്ടുണ്ടല്ലോ. അടിപൊളി പ്ലാന്റുകൾ ഇപ്പൊ വന്ന് ഈ പ്ലാന്റ് കൊണ്ടുപോവാ. ബെഡ് അടിപൊളി ബുഷ് പ്ലാന്റുകൾ. ആ ബെഡ് തന്നെ ബുഷായിട്ട് നിൽക്കുന്നതാണ് പ്രത്യേകത അല്ലേ? നല്ല അടിപൊളി പ്ലാന്റ് ഒക്കെ ഫ്ലവർ ചെയ്ത എല്ലാ ബ്രാഞ്ചിലും ഫ്ലവർ ആണ് കേട്ടോ. വരുന്ന ബ്രാഞ്ചിലൊക്കെ ഫ്ലവർ ആണ്. അതാണ് നന്നായിട്ട് ഉണ്ടാവും ചെയ്യും. നല്ല ടേസ്റ്റുള്ള മാങ്ങ. വേൾഡിൽ തന്നെ നമ്പർ 1 മാങ്ങയിൽ പെട്ടതാണ്. വീട്ടിൽ സ്ഥലമുണ്ടോ എന്തായാലും ഒരു റംബൂട്ടാൻ വെക്കണം. കാരണം റംബൂട്ടാന്റെ വിലയും അതുപോലെ തന്നെ ടേസ്റ്റും. പക്ഷെ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് റംബൂട്ടാൻ അല്ലേ? ഓഫറിൽ എത്ര എന്നോട് പറഞ്ഞില്ല? ഇത്ര വലുതോ? ഇതാണ് ഇത് എവിടെയും കിട്ടില്ല. ഇത്ര വലിയ പ്ലാന്റ് 900 രൂപക്ക്. ഇന്ന ആള് നെട്ടിച്ചിടാം. നല്ല അടിപൊളി പ്ലാന്റ്. ഇത് ഏത് വെറൈറ്റി? N8 900 രൂപക്ക് ഇത്ര വലുതോ? വേറെ എവിടെയും കിട്ടൂല കേട്ടാ. ഇത് അടുത്ത വർഷം ഫ്ലവർ ഗ്യാരണ്ടി. ഇത് ഈ വർഷം ഫ്ലവറിനായിരുന്നാ? എടുത്തു പോയി. നിലത്ത് വെച്ചാലും അടുത്ത വർഷം കഴിക്കോ? ഗ്യാരണ്ടി അല്ലേ? 4 സീസൺ എപ്പോഴും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കണം അല്ലേ? നമുക്ക് വെക്കാൻ വേണ്ട ഒരു വെറൈറ്റി ആണ്. വർഷത്തിൽ 3-4 വട്ടം ഉണ്ടാവും. അതൊക്കെ കായ പിടിച്ച പ്ലാന്റുകളാണ്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഫ്ലവർ ചെയ്ത് 1800 മുതലുണ്ട്. പൂട്ടുണ്ടല്ലോ. അതേ ബുഷ് പ്ലാന്റ്. പിന്നെ 3000-3500 ആ റേഞ്ച് വരെ പ്ലാന്റുകളാണ്. ശരിക്കും 4 സീസണിന്റെ ഒരു പ്രത്യേകം പറഞ്ഞു കേട്ടോ. അതായത് വർഷത്തിൽ 2-3 പ്രാവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഫ്ലഷ് ആണ്. നല്ല ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കണാണ്. വീട്ടിലെന്തായാലും ഒരെണ്ണം വെക്കണം. നല്ല കായ ഉണ്ടാവും. അപ്പൊ അതിന് കായ പിടിച്ചൊക്കെ തൊട്ട് കാണുന്നു. കണ്ടോ? പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്പ്ലേ നമ്പർ വിളിച്ചാൽ മതി. ടോപ്പിക്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മുടെ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസ് ആണ്. ഇത് എന്താ നിങ്ങൾ പറയാൻ കാരണം? ഇത് രണ്ട് ടോപ്പിക്കലും ഡോ ടൈപ്പ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ അതായത് ചൂടിലെ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസ് ആണ്. ഇവിടുന്ന് കാഴ്ച വെറൈറ്റി ആണ് വയനാട്. ഇത് നമ്മുടെ കാലാവസ്ഥ കാഴ്ചയിൽ കമ്പെടുത്ത് ക്രാഫ്റ്റ് ചെയ്താണ്. ആണല്ലേ? ഇത് 250 രൂപ നമുക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബേറാപ്പിൾ ഉണ്ടല്ലോ. ബേറാപ്പിൾ KG ബേർ നല്ല അത്യാവശ്യം വലിപ്പം വരുന്നത്. KG ബേർ അല്ലേ? അത്യാവശ്യം നല്ല തൈകളുണ്ട്. ഇതൊക്കെ KG ബേറാണ്. നല്ല വലിപ്പം വരുന്ന ബേറാപ്പിളാണ്. പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ട്. നമുക്ക് വെക്കേണ്ട ഒരു വെറൈറ്റിയാണ് മിൽക്ക് ഫ്രൂട്ട്. ഇതൊക്കെ നല്ല ബുഷ് പ്ലാന്റ്. മിൽക്ക് ഫ്രൂട്ടിന്റെ ഏത് വെറൈറ്റി ആണ്? ഇത് ഗ്രീൻ ആണ്. ഗ്രീന്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇത് 650 ആ റേഞ്ചിൽ വരുന്നുണ്ടല്ലേ? പിന്നെ ഇത് കുറഞ്ഞതും ഉണ്ട്. ഈ അബിയോ എന്താ റേറ്റ് വരുന്നത്? അബിയോ എപ്പോഴും ട്രെൻഡ് ആണല്ലോ. അബിയോ ഇതൊക്കെ നമുക്ക് വില കുറവിൽ വരുന്നത്. ഇത്ര വലിയ അബിയോ ഇതിന് എത്ര വന്ന 400. ഇതൊരു 400 റേഞ്ചിൽ നമ്മൾ കൊടുക്കണം. വലിയ അബിയോ അല്ലേ? ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കും. ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കും. നല്ല ബുഷ് പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത്? ഇതൊക്കെ 2800 റേഞ്ചിൽ. നമ്മൾ ഈ സീസണിൽ ഇതൊക്കെ ഫ്ലവറിങ് ചെയ്യാനാണ്. പ്രിക്കോഷനാണ്. ഒരു 2-500 അടുത്ത വർഷം കായ്ക്കാമായ വലിയ പ്ലാന്റുകളല്ലേ? അത്യാവശ്യം നല്ല കടവനുള്ള തൈകളാണ്. അത്യാവശ്യം നല്ല ബുഷ് പ്ലാന്റ്. ശരിക്കും വീട്ടിൽ വെക്കേണ്ട ഒരു പ്ലാൻ അടങ്ങുന്ന ധൈര്യത്തിൽ വെക്കുക. ഡിസ്പ്ലേ ആണ് നമ്പറിൽ വിളിച്ചാൽ മതി. ആള് വീട്ടിൽ എത്തിച്ചേരും. ജബോട്ടിക്ക അതവിടെ ഒരെണ്ണം ചെറുതിലുണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇത് ഏത് വെറൈറ്റി? റെഡ് ഹൈബ്രിഡ് അല്ലേ? ഇതിന്റെ അടിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് നോക്കിയാലോ? പൊട്ടിച്ച് നോക്കാം. ഇത് ചെറിയ പ്ലാന്റുകളായതുകൊണ്ട് രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ഒരു മുന്തിരിന്റെ ടേസ്റ്റ് ആണ്. അല്ലേ? ഓക്കെ. എന്തായാലും വീട്ടിലൊരെണ്ണം വെക്കാതായിരിക്കും. വെക്കാം. അപ്പൊ ഈ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ നമ്പർ വിളിച്ചാൽ മതി. ചെറിയ പ്ലാന്റ് ചെറിയ വിലയിലൊക്കെ നമ്മുടെ ചെറുത് എത്ര രൂപ മുതൽ? ചെറുത് 150, 350 ആ റേഞ്ച്. എല്ലാ റേറ്റിലുള്ള ഉണ്ടല്ലേ?